IT രംഗത്തെ മികവിന് അവാർഡിന് അർഹരായിരിക്കുന്നത് ടെക്നോ വേൾഡ് ആണ്. പ്രൊഫൈലിലേക്ക് ടെക്നോ വേൾഡ് 3rd IT യൂണിറ്റ്. കമ്പ്യൂട്ടർ പരിശീലനത്തെക്കുറിച്ച് അയൽക്കൂട്ടത്തിൽ കേട്ട ഒരു വർത്തമാനത്തിൽ നിന്നാണ് ആ കഥ തുടങ്ങുന്നത്. 21 വർഷങ്ങൾക്കിപ്പുറം ഡിജിറ്റൽ സേവന രംഗത്ത് മാറ്റി നിർത്താനാവാത്ത വിധം ഒരു പ്രസ്ഥാനമായി ഈ സംരംഭം മാറിക്കഴിഞ്ഞു. 2004 ആരംഭം കുറിക്കുകയും വിവിധ മേഖലകളിലേക്ക് ക്രമാനുഗതമായി വളർന്ന് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കിയോസ്ക്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സേവന കേന്ദ്ര, വിവിധ ഹോസ്പിറ്റലുകളിലെ കിയോസ്കുകൾ, ട്രെയിനിംഗ് സെന്ററുകൾ, സർക്കാർ വകുപ്പുകളുടെ ഡാറ്റ എൻട്രി, പ്രിന്റിംഗ് പ്രസ് എന്നിങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു ഈ 5 അംഗ സംഘത്തിന്റെ പ്രവർത്തന മേഖലകൾ. എന്തെങ്കിലും വരുമാനം ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ചവർ പിന്നീട് 2000-ൽ പരം ആളുകൾക്ക് താൽക്കാലികവും 70ഓളം പേർക്ക് സ്ഥിരം തൊഴിലും നൽകാൻ കഴിഞ്ഞ സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അഭിനന്ദനങ്ങൾ ടീം ടെക്നോ വേൾഡ് IT യൂണിറ്റ്. ടെക്നോ വേൾഡ് ടീം അംഗങ്ങൾ വേദിയിലെത്തി പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. നാട് നന്നാക്കിയിട്ട് അവാർഡ് വാങ്ങിക്കുന്നതിന് അതിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. വീട്ടിലെ സ്ത്രീ എന്ന് പറയുന്നത് വീട്ടിലെ ഭാര്യയും അമ്മയുമാണ്. ഐശ്വര്യമാണ് സ്ത്രീ എന്ന് പറഞ്ഞത്. അങ്ങനെ വീട്ടിലെ അമ്മയും ഭാര്യയും സ്ത്രീ ആണെങ്കിൽ കേരളത്തിൻ്റെ ഐശ്വര്യമാണ് നിങ്ങളെല്ലാവരും. ടെക്നോ വേൾഡിന് അവാർഡ് നൽകുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വിനോദ് കുവറിനെ ക്ഷണിക്കുകയാണ്. ഒപ്പം പ്രശംസാപത്രം സമ്മാനിക്കുന്നതിനു വേണ്ടി ദേവദത്ത് KS, സീനിയർ മാർക്കറ്റിംഗ് മാനേജർ, സഫയർ പെയിൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരവോടെ. അടുത്തതായി ക്ഷണിച്ചുകൊള്ളുന്നു കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി ശ്രീ CBPS ചെയർമാൻ, കേരള വിഷൻ ചാനൽ. അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടെക്നോ വേൾഡ് ടീമിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മെഡൽ നൽകുന്നു ശ്രീ വിനോദ് കോവൂർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ. ടെക്നോ വേൾഡ് ടീമിന് മെഡൽ നൽകുകയാണ്. യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡലാണ് നൽകുന്നത്. മെഡലിന് ശേഷം പ്രശംസാ പത്രം സമ്മാനിക്കുന്നത് ശ്രീ ദേവദത്ത് KS, സീനിയർ മാർക്കറ്റിംഗ് മാനേജർ, സഫയർ പെയിൻസ്. പ്രശംസാ പത്രം നൽകുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നു ശ്രീ CBPS ചെയർമാൻ, കേരള വിഷൻ ചാനൽ. ക്യാഷ് അവാർഡ് നൽകുകയാണ് ടെക്നോ വേൾഡ് ടീമിനായി. താങ്ക് യു സർ.